ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് ബീന്താലുമാണ്. അപ്പോൾ നമുക്കിനി അതിനുള്ള ബീഫൊക്കെ എടുത്ത് ശരിയാക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കണ ബീഫ്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെ വേണം നമുക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫുള്ള് കട്ട് ചെയ്തിട്ട് കാണാം. അങ്ങോട്ട് വേറെ തീരണില്ലേ തരിഞ്ഞിട്ട്? ഇത് മെഷീനല്ല, മനുഷ്യനാണത്. അതെ, അതുപോലെ ഇത് ചെറുതായി പോയി അരിഞ്ഞത് കുറച്ചും കൂടി വലുതാകേണ്ടിയിരുന്നു. കുക്കർ കഴുകിയാണത്. കഴുകി തേഞ്ഞ പോലെ കേട്ടത്. പിന്നെ അപ്പൊ ഇനി ഇത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുക്കറിലോട്ട് ഇടാം. അപ്പൊ നമ്മ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് മസാലകളിട്ട് ചൂടാക്കി എടുക്കണം. അപ്പൊ ഇതിനായിട്ട് കുരുമുളക്, ജീരകം, കറുവപ്പട്ട, പറ്റൽമുളക്. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ മസാലകളൊക്കെ ഇട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ഉലുവ ഇടണം. ഇനി നമ്മൾ കടുക് ഇടണം. ഇനി നമ്മളിത് ഓഫ് ചെയ്യണം. അപ്പം ഇനി ഇത് മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിതിൽ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ വീഡിയോസിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ ശോചനീയാവസ്ഥയെന്ന് കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ അവർ വെസ്റ്റ് ബംഗാളിലാണ്. ഇപ്പോൾ അവർ അവിടെ നിന്ന് നമുക്ക് നേരത്തെ അവർ എറണാകുളത്ത് ഇവിടെ നേവൽ ബേസിൽ ജോലി ചെയ്തിരുന്നവരാണ്. അവർ നമുക്ക് 2 ഉരുളി പിന്നെ വേറെ ഏതോ പാത്രമൊക്കെ നമുക്ക് അവർ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അടുത്ത ദിവസം വരുമ്പോൾ അത് കാണിച്ചു തരാം എല്ലാവരും. അപ്പം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലോട്ട് നമ്മൾ ഇടണേണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി. അപ്പോൾ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നമ്മളിനി അത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പം അമ്മ മിക്സ് ചെയ്ത് നമ്മൾ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇത് ആക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വെച്ച് നമ്മൾ കുലുക്കി കഴുകിയൊക്കെ എടുക്കേണ്ടതുള്ള മൊത്തം. അപ്പൊ ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മള് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് സംഭവം കുക്കറിൽ വെച്ചിട്ട് 5 വിസിൽ അടിക്കാൻ വെക്കണം. ഉപ്പിടാലോ നമുക്ക്, അതിൽ വെക്കണുള്ളൂ. ഇട്ടോ ഉപ്പിട്ടോ, മതിയാ? അതൊക്കെ പാകത്തിന് ഇട്ടോളാം. ഇതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കത്തണില്ലേ? കത്തും. കുക്കർ എടുത്ത് ഇതിലോട്ട് വെക്കണം. ഇനി ഒരു 5 വിസിൽ തന്നെ വരെ കുക്കറിൽ നിന്ന് വേവട്ടെ. 5 വിസിലടിക്കുന്ന എന്തെങ്കിലും അല്ലേ, അതൊരു ചിലപ്പോ അത് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് പിന്നെ അടിക്കേണ്ടി വരും. അത് വേണവരെ നമ്മ വെക്കേണ്ടി വരും. ഇറച്ചിയുടെ കാര്യം അങ്ങനെയാണ്. ഇറച്ചിയുടെ കാര്യം പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. കുക്കറിൽ ഇത് 5 വിസിൽ എന്ന് പറഞ്ഞിട്ടൊരു 12 വിസിൽ അടിക്കേണ്ടി വന്നിട്ടാ. 15 വിസിലടിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ ഇനി ശരിയാക്കാനുള്ള. അപ്പോൾ ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണേണ്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ സവാളയും ഉള്ളിയും ഇതിലോട്ട് ഇടണേണ്. വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇടുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി ഇത് വാടണ വരെ നമ്മ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വാടി വരട്ടെ. സവാള വാടിക്കൊണ്ടിരിക്കുകയാണ്. പോരാ, ഇനിയും വാടണം. അത് ശരിക്കും വാടണം, അല്ലാണ്ട് ഇങ്ങനെയൊന്നും പോരാ. എന്നാലേ നല്ല ടേസ്റ്റിലാവുള്ളൂ. എന്നാ ശരി. പിന്നെ കുറച്ച് മുളക് പൊടി ഇടണം. എന്നിട്ടും കുറച്ചും കൂടി നേരിട്ട് വാട്ടണത്. കുറച്ചും കൂടി ഇട്ടോ? പോരെ? പോരാ, ഇത്തിരി കൂടി ഇടണം. ശരി. നമ്മ കാശ്മീർ മുളക് പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മറ്റേ നമ്മ പൊടിച്ചെടുത്ത മുളക് പൊടിയാണ്. അപ്പൊ കളർ കുറവായിരിക്കും. മറ്റേലൊക്കെ വല്ല കളറൊക്കെ ചേർക്കണ്ടാവും കടകളിൽ നിന്ന് മേടിക്കണം. അതുകൊണ്ടായിരിക്കും അത്രയും റെഡിഷ് കളർ വന്നത്. അപ്പോൾ സവാള ഒരുമാതിരി വാടിയുണ്ട്. ഇനി നമ്മളിനി ഇതിലോട്ട് ഈ കുക്കറിലിരിക്കണ ഇറച്ചി ഇതിലോട്ട് ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇനി ചൊറുക്ക ചേർക്കണേ. അപ്പം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ചൊറുക്ക് വെച്ചാൽ നമ്മൾ
ഇനി ഇതിലോട്ട് നമ്മളൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് പഞ്ചസാരയുടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അവസാനം ഇടുന്ന സാധനം അജിനോമോട്ടോ അല്ല, പഞ്ചസാരയുണ്ട് നമ്മുടെ. അപ്പോൾ നമ്മുടെ ബീഫ് വീന്താലു ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ വെച്ച ബീഫ് വീന്താലു എന്ന്. അടിപൊളി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.